السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നരകം എത്ര ഭയാനകം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പരലോക വിശ്വാസവുമായി തുടർച്ചയായി കൊണ്ട് നമുക്ക് സംസാരിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ നിലക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അവനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജഹന്നം അതല്ലെങ്കിൽ നരകം, ആ നരകത്തിന്റെ ഭീകരതയും ഭയാനകതയും എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കുന്ന നിലക്ക് തന്നെയാണ് ജഹന്നമിന്റെ അഥവാ നരകത്തിന്റെ പ്രത്യേകമായ പേരുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പലവിധത്തിലുള്ള പേരുകളാൽ നരകത്തെ അല്ലാഹു വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ആ പേരുകളൊക്കെയും അവയുടെ പ്രത്യേകമായ സ്വഭാവങ്ങളെയും വിശേഷതകളെയും സൂചിപ്പിക്കുന്ന പേരുകളാണ്. അതിൽ ഒരു നാമമാണ് അൽ ജഹീം. ജഹീം എന്ന് അല്ലാഹു നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ആളിക്കത്തൽ പരിഗണിച്ചുകൊണ്ടാണ് ആ പേര് വന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അതുപോലെ തുസമ്മ ജഹന്നം, ജഹന്നം എന്നത് നരകത്തിന്റെ ഒരു പേരാണ്. അതിന്റെ ആഴത്തെ പരിഗണിച്ചുകൊണ്ട് ആ പേര് വന്നു എന്നാണ് വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നത്. അതുപോലെ അതിന്റെ ജ്വാല പരിഗണിച്ചുകൊണ്ട് ലളാ, കല്ലാ ഇന്നഹാ ലളാ എന്ന് ഖുർആൻ ലളാ എന്ന് പറയുന്നുണ്ട് നരകത്തെ. അതിന്റെ കത്തിജ്വലിക്കലിന്റെ ഭീകരതയെ സൂചിപ്പിച്ചുകൊണ്ട് സഈർ, അദാബ് സഈർ എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ അതിന്റെ ചൂടിന്റെ കാഠിന്യം സൂചിപ്പിക്കുന്ന നിലക്ക് സഖർ, അതുപോലെ അതിലുള്ളതിനെ മുഴുവനും അത് പൊടിച്ചു നുറുക്കിക്കളയുന്ന നിലക്കുള്ള ഭീതിജനകമായ ശിക്ഷയൊരുക്കുന്ന കേന്ദ്രമാണത് എന്നതുകൊണ്ട് അൽ ഹുതമ എന്ന പേരതിന് കിട്ടി. അതുപോലെ ആണ്ടുപോകുന്ന ആഴങ്ങളിലേക്ക് ആണ്ടുപോകുന്ന വീണുപോകുന്ന ഒരു പാതാളം എന്ന നിലക്ക് ഹാവിയ, വമാ ദറാക മാ ഹിയ നാറുൻ ഹാമിയ എന്ന് അല്ലാഹു പറഞ്ഞല്ലോ. ആ നിലക്ക് ഹാവിയ എന്ന പേരും. ഇതൊക്കെ സംഗതി ഒന്നാണ്, ഒരൊറ്റ നരകത്തെ പറ്റിയാണ്. അതിന്റെ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളെയും അതിന്റെ വ്യത്യസ്തങ്ങളായ അതിന്റെ പ്രത്യേകതകളെയും പരിഗണിച്ചുകൊണ്ട് പല പേരുകളാണ്
പരിശുദ്ധ ഖുർആൻ നരകത്തിയെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ആ നരകത്തിയുടെ കാവൽക്കാരായി അല്ലാഹു തആല അതിന്റെ മേൽനോട്ടക്കാരായി ഏൽപ്പിച്ചിട്ടുള്ളത് ശക്തന്മാരായ മലക്കുകളെയാണ്. അവരുടെ രൂപം തന്നെയും വളരെ ഭീകരമാണ്. അവരുടെ ശക്തിയും പവറും വളരെ കഠിനമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളുവീൻ. വഖൂദുഹാ, അതിൽ കത്തിക്കപ്പെടുന്നത് അന്നാസു, മനുഷ്യരും, വൽ ഹിജാറത്തു, കല്ലുകളുമാണ്. തുടർന്നു കൊണ്ട് പറയാണ്, അലൈഹാ, ആ നരകാഗ്നിയുടെ കാവൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് മലായികത്തുൻ, ചില മലക്കുകൾ. ആ മലക്കുകൾ എങ്ങനെയുള്ളവരാണ്? ഗിലാദുൻ ശിദാദ്, വളരെ പരുക്കൻ ഹൃദയമുള്ളവരാണ്, അതികഠിനന്മാരാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അവരോട് അല്ലാഹു കൽപ്പിച്ചത് ഒന്നും തന്നെ അവര് അനുസരണക്കേട് കാണിക്കുന്നതല്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെട്ടത് എന്താണോ അതപ്പടി അവർ പ്രവർത്തിക്കുന്നവരാണ്. ഈ നിലക്ക് യാതൊരു നിലക്കുമുള്ള മാനസികമായ അലിവുമില്ലാതെ, ഒരു ലോലതയും ഒരു നിലക്കുള്ള കരുണയും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത പരുക്കൻ ഹൃദയത്തിന്റെ ഉടമകളാണ്, കഠിനന്മാരാണ്. അവരെ പറ്റി ഖുർആൻ ഖസനത്തു ജഹന്നം എന്നാണ് വിശേഷിപ്പിച്ചത്. ഖസനത്തു ജഹന്നം എന്ന് പറഞ്ഞാൽ ജഹന്നമിന്റെ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള, അതിന്റെ കാവൽക്കാരായി അറിയപ്പെട്ടിട്ടുള്ള ആളുകൾ. അവരുടെ എണ്ണത്തെ പറ്റി അല്ലാഹു തആല പറയുന്നുണ്ട്. സൂറത്ത് മുദ്ദസിറിലൂടെ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. സൗസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽ ബശർ അലൈഹാ 19. ആ നരകത്തിയുടെ കടുപ്പമല്ല പറയുകയാണ്. നരകാഗ്നിയിൽ അവരെ കടത്തി നാം മരിച്ചു കളയുക തന്നെ ചെയ്യും. എന്താണ് സഖർ എന്ന് നിനക്കറിയാമോ? ലാ തുബ്ഖി, അതിൽ വീണതിനെ ഒന്നും അത് ബാക്കിയാക്കുകയില്ല. വലാ തദർ, അത് ഒന്നിനെയും വിട്ടുകളയുകയുമില്ല. ലവാഹത്തുൽ ലിൽ ബശർ, തൊലി കരിച്ച് രൂപം മാറ്റിക്കളയുന്ന തീയാണ്. തൊലിയെ കരിച്ചു കളഞ്ഞ് അതിന്റെ രൂപം മാറ്റിക്കളയുന്ന തീയാണ്. അത് പറഞ്ഞുകൊണ്ടല്ല പറയാണ്, അലൈഹാ, അതിന്റെ മേൽനോട്ടത്തിനുണ്ട് 19 പേരുണ്ട്. നരകത്തിയുടെ മേൽനോട്ടത്തിന് വേണ്ടി അല്ലാഹു 19 മലക്കുകളെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. ഇത് പറഞ്ഞതിന്റെ തുടർന്നുകൊണ്ടല്ല പറയുന്നു, വമാ ജഅൽനാ അസ്ഹാബൻ നാരി ഇല്ലാ മലായിക വമാ ജഅൽനാ ഇദ്ദതഹും ഇല്ലാ ഫിത്നതൻ ലില്ലദീന കഫറൂ ലിയസ്തൈഖിനല്ലദീന ഊതുൽ കിതാബ വയസ്ദാദല്ലദീന ആമനൂ ഈമാനാ വലാ യർതാബല്ലദീന ഊതുൽ കിതാബ വൽ മുഅ്മിനൂൻ وليقول الذين في قلوبهم مرض والكافرون ماذا أراد الله بهذا مثلا كذلك يضل الله من يشاء ويهدي من يشاء. അല്ലാഹു ഇവിടെ വ്യക്തമായി ചില കാര്യങ്ങൾ പറയുകയാണ്. വമാ ജഅൽനാ, നാം നിശ്ചയിച്ചിട്ടില്ല, അസ്ഹാബൻ നാരി, നരകത്തിന്റെ കാവൽക്കാരായി കൊണ്ടില്ല, മലായികത്തൻ, മലക്കുകളെയല്ലാതെ നാം നിശ്ചയിച്ചിട്ടില്ല. നരകത്തിയുടെ മേൽനോട്ടത്തിന് അല്ല മനുഷ്യരെ ആരെയും ഏർപ്പാട് ചെയ്തിട്ടില്ല, ജിന്നുകളെയും ഏർപ്പാട് ചെയ്തിട്ടില്ല. അല്ലാഹ് അതിനെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത് മലക്കുകളെയാണ്. അതുപോലെ തന്നെ റബ്ബ് പറയുന്നു, വമാ ജഅൽനാ ഇദ്ദതഹും, അവരുടെ എണ്ണത്തെയും നാം നിശ്ചയിച്ചിട്ടില്ല, ഇല്ലാ ഫിത്നതൽ ലില്ലദീന കഫറൂ, അവിശ്വസിച്ച ആളുകൾക്ക് അതൊരു പരീക്ഷണമായി കൊണ്ടല്ലാതെ. ഈ എണ്ണം നിശ്ചയിച്ചതിൽ പല ആളുകൾക്കും വലിയ ഫിത്നയുണ്ട്. 19 എണ്ണം എന്ന് പറഞ്ഞപ്പോ കാഫിറുകൾക്ക് അതൊരു പരീക്ഷണമായി എന്ന് പറഞ്ഞാൽ കാഫിറുകൾ അത് പരിഹസിക്കാൻ തുടങ്ങി. ഇത്രയേ ഉള്ളൂ, 19 ആളേ ഉള്ളൂ, അതൊക്കെ പെട്ടെന്ന് നമുക്ക് നടക്കൂലേ എന്നിങ്ങനെ കാഫിറുകളുടെ മനസ്സിൽ അതൊരു ഫിത്നക്ക് ഇടമായി. എന്താ കാരണം? മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു,
എന്താണ് ഇതുകൊണ്ട് കാഫിറുകൾക്കുണ്ടായ പരീക്ഷണം? അല്ല നരകത്തിന്റെ മേൽനോട്ടക്കാര് 19 ആളുകളാണ്, 19 മലക്കുകളാണെന്ന് പറഞ്ഞതിൽ എന്താണ് കാഫിറുകൾക്ക് പരീക്ഷണമുണ്ടായത്? അതെ, ആ മലക്കുകളുടെ എണ്ണം വളരെ കുറവാണെന്ന് കണ്ടപ്പോൾ അബൂജഹിൽ അടക്കമുള്ള അന്നത്തെ കാഫിറുകൾ വളരെ ആഹ്ലാദം കൊണ്ടു. വലന്നു, അവര് വിചാരിച്ചു പോയി, അന്നഹും യുംകിനുഹും മുദാഫഅതുഹും വമുമാനഅതുഹും, ഇവരെയൊക്കെ നമുക്കൊറ്റക്ക് പ്രതിരോധിക്കാനും നേരിടാനും ഒക്കെ കഴിയുമല്ലോ. വലം യഅലമു, ഈ സാധുക്കൾ അറിഞ്ഞില്ല, അന്ന കുല്ല വാഹിദിൻ മിനൽ മലായിക, ഓരോ മലക്കുകളെയും ഒരൊറ്റ മലക്കിനെ പോലും ലാ യുംകിനുൽ ബശറു കുല്ലുഹും മുഖാവമതുഹു, മാനവ സമൂഹം ലോകത്തുള്ള കോടാനുകോടി മനുഷ്യന്മാരൊക്കെ കൂടി പ്രതിരോധിച്ചാൽ പോലും ഒരു മലക്കിനെ പോലും നേരിടാൻ കഴിയാത്തത്ര പവർ നൽകപ്പെട്ട കഠിനന്മാരായ ശക്തന്മാരും മൂക്കന്മാരും മല്ലന്മാരുമാണ് മലക്കുകളെന്ന് ഈ സാധുക്കൾ അറിയാതെ പോയല്ലോ. അപ്പൊ കാഫിറുകൾ ഈ നരകത്തിന്റെ കാവൽക്കാരുടെ എണ്ണം പറഞ്ഞിട്ട് പരിഹസിക്കാൻ തുടങ്ങി. ഈ എണ്ണം കേട്ടപ്പോ അബൂജഹൽ വിളിച്ചു പറഞ്ഞു അവന്റെ ആളുകളോട്, എടോ, നിങ്ങളിൽ ഓരോ ആളുകൾക്കും മുഹമ്മദ് ഈ പറയുന്ന നരകത്തിന്റെ കാവൽക്കാരായ മാലാഖമാരെ 10 പേർക്ക് ഓരോരുത്തരെ പിടിച്ചടക്കിക്കൂടെ? അവന്റെ പരിഹാസത്തിന്റെ ചോദ്യ. അബൂജഹൽ ചോദിച്ചതാ, 10 ആൾക്ക് കൂടിയിട്ട് ഒരു മലക്കിന് 190 ആളുണ്ടെങ്കിൽ അവരുടെ കഥ നമുക്ക് കഴിക്കാലോ, ഒക്കെ അവരൊക്കെ തള്ളിയിടാ. വേറൊരുവൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, 17 പേരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഒരുത്തം പരിഹസിച്ചുകൊണ്ട് പറയാണ്, 17 പേരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, ബാക്കി 2 ആളുടെ കാര്യം നിങ്ങൾക്കൊക്കെയും ആയിക്കൂടെ എന്നും പറഞ്ഞു പരിഹസിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, തീർച്ചയായും ഈമാനില്ലാത്തവർക്ക് ഈ എണ്ണം ഒരു പരീക്ഷണം തന്നെ. അവരതിനെ പരിഹസിക്കും, കളിയാക്കും. അതേ അവസരത്തിൽ തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത്, ലിയസ്തൈഖിനല്ലദീന ഊതുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് അവർക്ക് ഒന്നും കൂടി ഉറപ്പുണ്ടാകാൻ വേണ്ടി. എന്താ കാരണം? തൗറാത്തും ഇഞ്ചീലും ഒക്കെ പഠിച്ചിട്ടുള്ള യഹൂദികളാണെങ്കിലും നസറാനികളാണെങ്കിലും അതിലും സ്വർഗനരകങ്ങളെ കുറിച്ചും അതിലെ കാവൽക്കാരായ മലക്കുകളെ കുറിച്ചുള്ള എണ്ണമൊക്കെ തൗറാത്ത് പഠിച്ച യഹൂദിക്കറിയാം, ഇഞ്ചീൽ പഠിച്ച ക്രിസ്ത്യാനിക്കറിയാം. അതുകൊണ്ട് അവർക്കിത് കേൾക്കുമ്പോ അവരുടെ ഈമാൻ ഒന്നുകൂടി അവര് തൗറാത്തിൽ കണ്ടതും ഇഞ്ചീലിൽ കണ്ടതുമൊക്കെ ശരിയാണെന്ന് അവർക്ക് ബോധ്യം വരുന്നു എന്നതല്ലാതെ അവർക്കൊന്നും സംഭവിക്കാനില്ല. വയസ്ദാദല്ലദീന ആമനൂ ഈമാനാ, മുഅ്മിനീങ്ങളുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയും ചെയ്യുന്നു. കാരണം മുഅ്മിനീങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, അവർക്ക് അല്ലാഹ് എന്താണോ പറഞ്ഞത്, റസൂലുള്ള എന്താണോ പറഞ്ഞത്, അതിൽ പിന്നെ അവര് ചോദ്യം ചെയ്യൂല, അവര് പരിഹസിക്കൂല. അവരവരുടെ ബുദ്ധി കൊണ്ട് അളന്നിട്ട് ഇതെനിക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഒന്നിനെയും അവര് പരിഹസിക്കൂല. കാരണം മുഅ്മിനീങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. അതാണല്ലോ തുടർന്നു കൊണ്ട് പറയുന്നത്, വലാ യർതാബല്ലദീന ഊതുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് സംശയിക്കാതിരിക്കാനും, വൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾക്കും സംശയം തോന്നുകയില്ല ഇത് മുഖേന. അതേ അവസരത്തിൽ സംശയം തോന്നുന്ന 2 ടീമുകളുണ്ട്. വലിയഖൂലല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ വൽ കാഫിറൂൻ, ഹൃദയത്തിൽ അസുഖമുള്ള ചില കമ്പനികളുണ്ട്, ഹൃദയത്തിൽ രോഗമുള്ള ചില കക്ഷികളുണ്ട്. മുനാഫിക്കുകളാണവര്. അവർക്ക് എന്ത് കേട്ടാലും വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. അവര് പ്രമാണങ്ങളിലുള്ളത് തന്നെ കേട്ടാലും അവർക്ക് പരിഹാസമാണ്. അങ്ങനെ ഈമാനുറക്കാത്ത കക്ഷികൾ, അതുപോലെ തന്നെ പക്കാ കാഫിറുകളും, അവരൊക്കെ ഇത് കണ്ടിട്ട് കേട്ടിട്ട് അവര് പറയാൻ തുടങ്ങും, മാദാ അറാദല്ലാഹു ബിഹാദാ മസലാ, ഈ ഉപമ കൊണ്ടൊക്കെ അല്ലാഹ് എന്തൊന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? എന്തങ്ങനെ 18 19 മലക്ക് എന്ന് പറഞ്ഞ്, അതെന്തേ 18 മലക്കാവാഞ്ഞ്? എന്തേ ഒന്നും കൂടി ആക്കിയിട്ട് റൗണ്ട് ഫിഗർ ആക്കി ഒരു 20 ആക്കി കൂടായിരുന്നോ എന്നൊന്നും മോമിനീങ്ങൾ പറയൂല. പക്ഷേ പരിഹസിക്കുന്നവരതൊക്കെ പറയും. മുനാഫിക്കും പരിഹസിക്കും, കാഫിറും പരിഹസിക്കും. ഇങ്ങനെ ഇതൊക്കെ കാരണമായിട്ട് കദാലിക യുദില്ലുല്ലാഹു മയ്യശാ, അല്ലാഹ് അവൻ ഉദ്ദേശിക്കുന്നവരെ പഴപ്പിക്കും, വയഹ്ദി മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നേർവഴി കാണിച്ചു കൊടുക്കുന്നു. അപ്പോ ഈ നരകത്തിന്റെ കാവൽക്കാരെ പറ്റി അള്ളാഹു പറഞ്ഞത് 19 എണ്ണമാണ് മലക്കുകള്. എന്തിനാ അള്ളാഹ് അങ്ങനെ നിശ്ചയിച്ചത്? അത് അള്ളാഹ്ക്കേ അറിയൂ. മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ തന്നെ വിശ്വസിക്കും. മറ്റുള്ളവരൊക്കെയോ എന്താ 19ആയി, എന്താ 18ആവാതെ, എന്താ ഒരു 50, ഒരു 100 ആവാഞ്ഞെന്തേ എന്നൊക്കെ ചോദിച്ച് അവരുടെ മനസ്സിൽ ഇങ്ങനെ പരിഹാസം തോന്നുമ്പോ
മുഅ്മിനീങ്ങൾക്ക് അവരുടെ ഈമാൻ ഉറക്കുകയാണ്. ഖുർആൻ എന്ത് പറഞ്ഞോ, സുന്നത്ത് എന്ത് പറഞ്ഞോ, അവരതിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പൊ നരകത്തിന്റെ കാവൽക്കാരുടെ എണ്ണം പറഞ്ഞതുപോലും കാഫിറിനും മുനാഫിക്കിനും പരീക്ഷണമായപ്പോ മുഅ്മിനീങ്ങൾക്കത് ഈമാൻ വർദ്ധിക്കാനാ നിമിത്തമായത്. അങ്ങനെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ എണ്ണം പറഞ്ഞത് 19 19 മലക്കുകൾ. ഗിലാദുൻ ശിദാദ്, അവര് വളരെ കഠിനന്മാരാണ്, പരുക്കൻ ഹൃദയമുള്ളവരാണ്, ആരുടെ അട്ടഹാസങ്ങളും കേട്ടാൽ മനസ്സലിയാത്തവരാണ്. അത്തരം പ്രകൃതക്കാരെയാണ് അതിന്റെ ഡ്യൂട്ടി അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അവരുടെ നേതാവാണ് റഈസാണ് മാലിക്. ഈ 19ന്റെയും നേതാവാണ് മാലിക്. മാലിക് എന്ന പേരുള്ള മലക്ക്. അതാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വരാൻ പോകുന്ന ഭാഗങ്ങളിൽ നമുക്ക് കാണാം. വനാദൗ യാ മാലിക്, നരകത്തിയിൽ കിടന്ന് പൊളഞ്ഞുന്ന രംഗത്ത് നരകത്തിന്റെ കാവൽക്കാരുടെ നേതാവിനോട് യാ മാലിക്, ഓ മാലിക്കേ ഒന്ന് രക്ഷിക്കൂ എന്ന് വിളിച്ചു പറയുന്ന രംഗം വരുന്നുണ്ട് കാഫിറുകൾക്ക്. അതുപോലെ വിശുദ്ധ ഖുർആൻ ഇത്തരത്തിലുള്ള ഊക്കന്മാരായ മല്ലന്മാരായ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളെ വിശേഷിപ്പിച്ചത് അസ്സബാനിയ എന്നാണ്. സനദുസ്സബാനിയ ഫൽയദ്ഉ നാദിയ, സനദുസ്സബാനിയ, സബാനിയാക്കളെ നാമും വിളിക്കാം എന്ന് പറയാണ്. സബാനിയ എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിച്ചത് നരകത്തിന്റെ കാവൽക്കാരായ ഊക്കന്മാരും മല്ലന്മാരുമായ മലക്കുകളെയാണ്. അപ്പൊ ഇത്രത്തോളം വളരെ ഒരു നിലക്കും കഠോരമായ ശിക്ഷയില്ലെന്ന് ഇളവ് നൽകപ്പെടാതെ അലിവ് തോന്നാത്ത പരുക്കൻ ഹൃദയന്മാര് കഠിനന്മാരായ ആളുകളെ ആ നരകത്തിന്റെ ഡ്യൂട്ടിയും കാവലും അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. ഇനി സഹോദരന്മാരെ, ആ നരകത്തിന്റെ ആഴവും പരപ്പും എത്രയാണ്? നരകത്തിന്റെ ആഴവും പരപ്പും എത്രയാണ്? വളരെ വിശാലമായതാണ് നരകം, ആഴമേറിയതാണ് നരകം. അഗാധതയിലേക്ക് ആണ്ടുകിടക്കുന്ന ഒരു മഹാപാതാളമാണ് നരകം, അല്ലെങ്കിൽ കിടങ്ങാണ് നരകം. കിടങ്ങ്, കുഴി എന്നൊക്കെ കേൾക്കുമ്പോ നമ്മുടെ പരിമിതമായ ബുദ്ധിയിലിട്ടുകൊണ്ട് ഭാവനയിൽ കണ്ടുപോകരുത്. എത്രയോ വിശാലമായ ആഴമേറിയ ഒരു പാതാള ലോകം തന്നെയാണത്. അതിന്റെ വിശാലത എത്രത്തോളമെന്ന് താഴെ പറയാൻ പോകുന്ന പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കറിയാം. ഒന്നാമതായി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, എണ്ണമില്ലാത്ത ആളുകളാണ് അതിൽ വന്ന് വീഴുന്നത്. അതിൽ വീഴുന്നത് കോടാനുകോടിയാണ്. കോടാനുകോടി മനുഷ്യരും ജിന്നുകളുമൊക്കെയാണ് അതിൽ വന്ന് വീഴുന്നത്. എന്നാലോ ഓരോരുത്തരും നരകത്തിയിൽ വീഴുമ്പോഴേക്ക് ദുനിയാവിലുള്ള അവരുടെ രൂപത്തിലല്ല, ഓരോരുത്തരുടെയും ശരീരം വലുപ്പം വെച്ചു. ശിക്ഷ അധികരിക്കാൻ വേണ്ടി അവന്റെ തൊലി വർദ്ധിച്ചിട്ടുണ്ട്, അവന്റെ രൂപം വർദ്ധിച്ചിട്ടുണ്ട്, നീളം വർദ്ധിച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യനെയും കാണാൻ തന്നെ നമുക്ക് വിശദീകരിക്കാനാവാത്തത്ര വലുപ്പവും വണ്ണവും ഭീമാകാരനുമായി പോയിട്ടുണ്ട്. എത്രത്തോളം? ഒരു പല്ല് പോലും അഹദ് പർവ്വതത്തിന് സമാനം. ഹദീസുകളിൽ കാണാം, ഒരു പല്ല് പോലും അഹദ് പർവ്വതത്തിന്റെ സമാനം. അവ എത്രത്തോളം വലിപ്പമുണ്ടാകും? ഇരു ചുമലുകൾക്കിടയിലെ വഴിദൂരം 3 ദിവസത്തെ വഴിദൂരം. നരകത്തിലിടുന്ന മനുഷ്യന്റെ വലുപ്പമാ പറയുന്നത്. അവന്റെ ഒരു ചുമലിൽ നിന്ന് മറ്റേ ചുമലിലേക്ക് എത്താൻ 3 ദിവസത്തെ വഴിദൂരം. എത്രയായിരിക്കും ആ മനുഷ്യന്റെ വലുപ്പം? അതെ, ഇത്രത്തോളം വലുപ്പത്തിലാക്കിക്കൊണ്ട് മനുഷ്യനെ, പാപികളെ, കോടാനുകോടി മനുഷ്യന്മാരെ അതിലേക്ക് ഇട്ടാലും അല്ലാഹു ചോദിക്കും, യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. ജഹന്നമിനോട് നാം ചോദിക്കുന്ന ദിവസം, ജഹന്നമിനോട് നാം ചോദിക്കുന്ന ദിവസം അല്ലാഹു പറയാണ്, ഹലിം തലഅതി, നിനക്ക് നിറഞ്ഞുവോ, നീ നിറഞ്ഞോ എന്ന് ചോദിക്കുന്ന ദിവസം. വതഖൂലു, നരകം പറയും, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ എന്ന് നരകം ചോദിക്കും. എല്ലാവരെയും വിട്ടുകഴിഞ്ഞിട്ടും പിന്നെയും അല്ലാഹു ചോദിക്കാണ്, ഇനിയും ഉണ്ടോ നിനക്ക്, നീ നിറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ നരകം മറുപടി പറയാണ്, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടെങ്കിൽ പോന്നോട്ടെ, ഇനിയുമുണ്ടെങ്കിൽ സ്വീകരിക്കാൻ ഞാൻ വിശാലമാണ്,
അത്രത്തോളം വിശാലമാണ് നരകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ലാ തസാലു ജഹന്നം യുൽഖാ ഫീഹാ വതഖൂലു ഹൽ മിൻ മസീദ് ഹത്താ യദഅ റബ്ബുൽ ഇസ്സത്തി ഫീഹാ ഖദമഹു ഫയൻസവി ബഅദുഹാ ഇലാ ബഅദിൻ ഫതഖൂലു ഖത്ത് ഖത്ത് ബിഇസ്സതിക വകറമിക. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ജഹന്നമിലേക്കതാ പാപികളെ ഇങ്ങനെ കോരിച്ചൊരിഞ്ഞിട്ട് കൊണ്ടിരിക്കുക തന്നെയാണ്. അങ്ങനെ റബ്ബ് ഇട്ടുകൊണ്ടിരിക്കുമ്പോ റബ്ബിനോടത് ചോദിക്കുന്നു, ഇനിയുമുണ്ടോ, ഇനിയും വർധനവുണ്ടോ എന്ന് ചോദിച്ച് ആവശ്യപ്പെടുന്നു നരകം. അങ്ങനെ റബ്ബുൽ ഇസ്സത്ത് തന്റെ പാദമതിലേക്ക് ഉന്നുകയാണ്. അപ്പോൾ അതൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് മതി മതി നിന്റെ ഇസ്സത്തും നിന്റെ കറമും മുൻനിർത്തിക്കൊണ്ട് പറയട്ടെ മതി മതി എന്ന് നരകം തിരിച്ചു പറയുന്നു. അതുവരേക്കും നരകത്തേക്ക് ഇങ്ങനെ അങ്ങനെ ധാരാളമായി അതിലേക്ക് ചൊരിഞ്ഞിടപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെ. എത്രത്തോളം വിശാലമാണപ്പോൾ നരകം. നമ്മൾ ആലോചിക്കണം, എത്ര വിശാലമാണപ്പോൾ നരകം. ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വചനങ്ങൾ അതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കി തരുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ സമിഅ വജ്ബതൻ ഫഖാല അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തദ്റൂന മാ ഹാദാ ഖുൽനാ അല്ലാഹു വറസൂലുഹു അഅലം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരിക്കൽ ഞങ്ങൾ ഒരു ദിവസം റസൂലുള്ളാഹിന്റെ കൂടെ ആയിരിക്കെ ഇത് സമിഅ വജ്ബതൻ ഒരു വലിയ ശബ്ദം കേട്ടു. എന്തോ വന്ന് വീഴുന്നത് പോലെയുള്ള ഒരു വലിയ ശബ്ദം, ഒരു ശബ്ദം കേൾക്കുകയാണ്. ഫഖാല അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തദ്റൂന മാ ഹാദാ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ കേട്ടത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞങ്ങൾ പറഞ്ഞു, സഹാബത്ത് പറയുന്നു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിന് അറിയാം, അവന്റെ വഹി ലഭിക്കുന്ന റസൂലുള്ളാഹിക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫാ ഫഹുവ യഹ്വി ഫിന്നാരി ഇലല്ലാന ഹത്താ തഹാ ഇലാ ഖൈരിഹാ ഫസമിഅതും വജ്ബതഹാ. റവാഹു മുസ്ലിം. ഹാദാ ഹജറുൻ, അതൊരു കല്ലാണ്, ഒരു കല്ലാണ്. ആ കല്ല് നരകത്തിയിലേക്ക് എറിയപ്പെട്ടിട്ട് 70 കൊല്ലമായി. 70 കൊല്ലം മുമ്പ് എറിയപ്പെട്ട ഒരു കല്ല് അതിപ്പോഴാണ് അതിന്റെ ആഴത്തിലേക്ക് ചെന്ന് വീണത്. ഫസമിഅതും വജ്ബതഹാ, അതിന്റെ പതിക്കുന്ന പതന ശബ്ദമാണ് നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. അത്ഭുതകരമായ ഒരു കേൾവി സഹാബത്ത് അവിടെ കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിവരിച്ചും കൊടുക്കുകയാണ്. 70 കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു കല്ല് വീണിട്ട് അത് അതിന്റെ ആഴങ്ങളിലേക്ക് എത്താൻ 70 കൊല്ലത്തെ ദൂരം, 70 കൊല്ലത്തെ സമയം പിടിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതൊന്നും നമ്മുടെ ഭാവനകളിൽ ഒതുങ്ങാത്ത അതിനപ്പുറമുള്ള ഒരു ലോകമാണ്. എത്രയാണ് അതിന്റെ വിശാലത! അപ്പൊ നരകത്തിന്റെ വിശാലതയും അതിന്റെ പരപ്പും അതിന്റെ ആഴവും മനസ്സിലാക്കി. ഇനി അതിന്റെ വലുപ്പം എത്രയാണ്? നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന മലക്കുകളുടെ എണ്ണം നോക്കൂ, അതിന്റെ ആധിക്യവും നോക്കൂ. നരകത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ അതും പര്യാപ്തമാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വജീഅ യൗമഇദിൻ ബിജഹന്നം, നരകത്തിയെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരപ്പെടുകയാണ് ചെയ്യുക. നരകം കൊണ്ടുവരപ്പെടും. ആ കൊണ്ടുവരപ്പെടുന്നത് ആരാണെന്നും അതിന്റെ രൂപം എന്താണെന്നും സഹീഹ് മുസ്ലിമിൽ വിധങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം, യുഅ്താ ബിജഹന്നമ യൗമഇദിൻ ലഹാ 70,000 സിമാം മഅ കുല്ലി സിമാമിൻ 70,000 മലക്കിൻ. അല്ലാഹ് നമുക്ക് കണക്ക് കൂട്ടാൻ പോലും കഴിയാത്തത്ര എണ്ണം. യുഅ്താ ബിജഹന്നം, ജഹന്നം കൊണ്ടുവരപ്പെടും. യൗമഇദിൻ, അന്നത്തെ ദിവസം, ലഹാ, അതിനുണ്ടായിരിക്കും 70,000 സിമാം, 70,000 കടിഞ്ഞാണുകൾ. പിടിച്ചു വലിച്ചു കൊണ്ടുവരാനുള്ള 70,000 കടിഞ്ഞാണുകളുള്ള നരകം. തീർന്നില്ല, ഇനി ശ്രദ്ധിച്ചോ, മഅ കുല്ലി സിമാമിൻ, ഓരോ കടിഞ്ഞാണും വലിക്കാൻ, ഓരോ കടിഞ്ഞാണും 70,000 കടിഞ്ഞാണ്, അതിൽ ഓരോ കടിഞ്ഞാണും വലിക്കാൻ 70,000 മലക്കിൻ, 70,000 മലക്കുകളും. 70,000 കടിഞ്ഞാണ്. ഒരു കടിഞ്ഞാണ് വലിക്കാൻ തന്നെ 70,000 മലക്ക്.
അങ്ങനെയാണ് കൂട്ടി നോക്കുമ്പോ 490 കോടി മലക്കുകളാണ്. 490 കോടി മലക്കുകളാണ് നരകത്തെ പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്നത്. അത്രയും ശക്തന്മാരായ മലക്കുകൾ, അവരാണ് അതിനെ വലിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ ആ നരകം അതിന്റെ വലിപ്പം എത്രയാണ്, അതിന്റെ വലുപ്പം എത്രയാണ്, അതിന്റെ ആഴം എത്രയാണ്, അതിന്റെ പരപ്പെത്രയാണ്, വിശാലതയും ആഴവും അതിന്റെ വലുപ്പവും. തീർന്നില്ല. ചില റിപ്പോർട്ടുകളിൽ കാണാം, സൂര്യനും ചന്ദ്രനും അടക്കമുള്ളവയൊക്കെ അതിൽ വന്നു വീഴും. സൂര്യൻ എന്ന ഗ്രഹം, ചന്ദ്രൻ എന്ന ഗ്രഹം എന്താണെന്ന് നമ്മൾ വളരെ ദൂരെ കാണുന്ന സൂര്യൻ, എത്രയോ ലക്ഷോപലക്ഷം ദൂരെ ഇന്ന് കാണുന്ന സൂര്യൻ, കത്തിജ്വലിക്കുന്ന സൂര്യൻ, അതിന്റെ വലുപ്പം എത്രയാ പ്രിയമുള്ളവരെ, അതിന്റെ വലുപ്പം എത്രയാണ്. നമ്മൾ നിവസിക്കുന്ന ഈ ഭൂമി, ഞാനും നിങ്ങളും താമസിക്കുന്ന ഈ ഭൂമി തന്നെ എത്ര വിശാലമാണ്. ഈ ഭൂമി പോലത്തെ 15 ലക്ഷം ഭൂമി നിറക്കാൻ വലുപ്പമുണ്ട് സൂര്യൻ എന്ന ഗോളം മാത്രം. നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ആകാശഭൂമികൾ, ഗോളങ്ങൾ എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. അതിൽ തന്നെ ആഴങ്ങളും അതിന്റെ വലുപ്പവുമൊക്കെ ഏകദേശം കണ്ടുപിടിക്കപ്പെട്ട ഗ്രഹങ്ങളുടെ കാര്യമായി പറയുന്നത്, ഗോളങ്ങളുടെ കാര്യമായി പറയുന്നത്. ഇനിയും വലുപ്പം എത്രയാണ്, വ്യാപ്തി എത്രയാണെന്ന് മനസ്സിലാക്കപ്പെടാത്ത ധാരാളക്കണക്കിന് ഗോളങ്ങൾ ഇനിയും കണ്ടുപിടിക്കപ്പെടാത്തതും കണ്ടുപിടിക്കപ്പെട്ടതും പ്രപഞ്ചത്തിലുണ്ട്, സൗരയൂഥത്തിലുണ്ട്. അതേ അവസരത്തിൽ ഈ കാണുന്ന സൂര്യൻ, ഒരു സൂര്യനിൽ തന്നെ നാം ഇന്ന് താമസിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമി മുഴുവനും, അങ്ങനത്തെ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഭൂമി എന്ന ഗോളം, ആ ഭൂമിയുടെ ഒരു ഭൂമിയല്ല, 2 ഭൂമിയല്ല, 15 ലക്ഷം ഇതുപോലത്തെ ഭൂമി, 15 ലക്ഷം ഇതുപോലത്തെ ഭൂമി കൊണ്ടുപോയി നിറച്ചാലും സൂര്യന് പിന്നെയും സ്ഥലം ബാക്കിയാണ്. അത്രത്തോളം വിശാലമാണ് സൂര്യൻ. ആ സൂര്യൻ വന്ന് അതിൽ വീഴുമെന്ന് പറയുമ്പോ 15 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ വലുപ്പമുള്ള സൂര്യൻ, അതിനേക്കാളും വ്യാപ്തിയും വലുപ്പമൊക്കെയുള്ള മറ്റു ഗോളങ്ങൾ, ഈ നിലക്കൊക്കെ ഉതിർന്നു വീഴുന്ന ആ നിലക്കൊക്കെ എല്ലാറ്റിനും പ്രവേശനം ലഭിക്കപ്പെടുന്ന നിലക്ക് വളരെയേറെ ആഴവും പരപ്പുമുള്ള നരകം. ഇനി എന്താ അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കാൻ കഴിയോ? അത്രയും ആഴവും അത്രയും പരപ്പും അത്രയും അഗാധതയുമാണ് നരകത്തിനുള്ളത്. ഇനിയും സഹോദരന്മാരെ, ഖുർആൻ പറയുന്നത് അതിന് പല രൂപത്തിലുള്ള തട്ടുകളുണ്ട്. നരകത്തിനുമുണ്ട് ചില ദറജകൾ, തട്ടുകളുണ്ട്, ദറകാത്ത്. ആ ഓരോ പാപികളുടെയും പാപത്തിന്റെ തോതനുസരിച്ച് നരകത്തിന്റെ ദറകാത്തുകൾ, അതിന്റെ ദറജകൾ ഇങ്ങനെ താഴോട്ടാ പോകുന്നത്. ഏറ്റവും മുകളിലാണ്, ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് താരതമ്യേന ചൂട് കുറഞ്ഞത്. ആഴങ്ങളിലേക്ക് പോകുന്തോറും അതിന്റെ ചൂടും അതിന്റെ ജ്വാലയും അതിന്റെ എല്ലാ രൂപത്തിലുള്ള ഭീകരതയും അതേ കൂടി വരികയാണ്. അങ്ങനെ താഴോട്ട് പോയി. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നിശ്ചയമായും കപടന്മാര് നരകത്തിയുടെ ഏറ്റവും അടിയിലെ തട്ടിലാകുന്നു. അങ്ങനെ പല തട്ടുകളാണ്. താഴോട്ട് വരുംതോറും അതിന്റെ ചൂടും ജ്വാലയും ഒക്കെ വർദ്ധിക്കും. പാപത്തിന്റെ കാഠിന്യം അനുസരിച്ചുകൊണ്ട് പാപികൾക്ക് അവിടെ ശിക്ഷ ലഭിക്കപ്പെടുകയാണ്. ദറജാത്ത് എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അൻആം 132 ആയത്തിലും ആല ഇംറാൻ 163 ആയത്തിലുമൊക്കെ നരകത്തെ പറ്റി പറഞ്ഞപ്പോഴും അവിടെയുള്ള ദറജകൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് ദറജയാണത്? സ്വർഗത്തിന്റെ ദറജകൾ മേലോട്ട് പോകും തോറുമാണ് കൂടുന്നത്. നരകത്തിന്റെ ദറജോ അതിങ്ങനെ താഴോട്ട് പോകും തോറും അതിന്റെ കാഠിന്യം കൂടുകയാണ്. അങ്ങനത്തെ ഒട്ടേറെ, എല്ലാവർക്കും നരകത്തിയിൽ ഒരേ രൂപത്തിലുള്ള ശിക്ഷ. പാപികളുടെ പാപത്തിന്റെ തോതനുസരിച്ച്. അതാണ് ദുന്യാവിലെ ശിക്ഷയും പരലോകത്തെ ശിക്ഷയും തമ്മിലുള്ള പ്രത്യേകത. ഇവിടെ ഒരാളെ കൊന്നവനും 100 ആളെ കൊന്നവനും ലക്ഷങ്ങളെ കൊന്നൊടുക്കിയവനും പരമാവധി അവനെ കൊല്ലലല്ലാത്ത ഒരു ശിക്ഷ ഈ ഭൗതിക ലോകത്തുള്ള ജുഡീഷ്യറിക്ക് സാധ്യമല്ല. അതേ അവസരത്തിൽ പരലോകത്തോ ഓരോരുത്തൻ ചെയ്ത നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, അതിന്റെ തോതനുസരിച്ച് രക്ഷയാണെങ്കിൽ രക്ഷ, ശിക്ഷയാണെങ്കിൽ ശിക്ഷ, അത് കൊടുക്കാനുള്ള സംവിധാനം സ്വർഗത്തിലുമുണ്ട് നരകത്തിലുമുണ്ട്. അതേ നരകത്തിക്കും ആ നിലക്കുള്ള പല തട്ടുകളുമുണ്ട്. ഇനി അല്ലാഹു പറഞ്ഞത് അതിന് കവാടങ്ങളുണ്ട്, നരകത്തിക്ക് വാതിലുകളുണ്ട്, ഡോറുകളുണ്ട്. നരകത്തിയിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാൻ കുറ്റവാളികളെ അവരുടെ ശിക്ഷയുടെ വിവിധ പടികളിലേക്ക് തള്ളിവിടാൻ പറ്റിയ തരത്തിൽ 7 വാതിലുകൾ അതിന് അള്ളാഹു നിർമ്മിച്ചിരിക്കുന്നു. 7 വാതിലുകളാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്.
ഖുർആൻ സൂറത്ത് ഹിജ്റിലൂടെ പഠിപ്പിച്ചു. وَإِنَّ جَهَنَّمَ لَمَوْعِدُهُمْ أَجْمَعِينَ لَهَا 7 أَبْوَابٍ لِكُلِّ بَابٍ مِّنْهُمْ جُزْءٌ مَّقْسُومٌ وَإِنَّ جَهَنَّمَ നിശ്ചയമായും നരകത്തി, നിശ്ചയമായും ജഹന്നം, ലമൗഇദുഹും അജ്മഈൻ അവർക്കെല്ലാം നിശ്ചയിക്കപ്പെട്ട സ്ഥാനം തന്നെയാകുന്നു. ലഹാദിനുണ്ട് 7 അബ്വാബ് 7 വാതിലുകളുണ്ട്, 7 പ്രധാന ഡോറുകളുണ്ട് നരകത്തിന്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം അതിലെ ഓരോ വാതിലിലൂടെയും പ്രവേശിപ്പിക്കപ്പെടാൻ അവരിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട വിഹിതം ആളുകളുമുണ്ട്. ഏതൊക്കെ ഡോറിലൂടെ ആരൊക്കെ നരകാഗ്നിയിലേക്ക് തള്ളിവിടപ്പെടണമെന്ന് അള്ളാഹുവിന് നിശ്ചയമുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞു, ഐ ഖദ് കതബ ലികുല്ലി ബാബിൻ മിൻഹാ ജുസ്ഉൻ മിൻ അതിബാഇ ഇബ്ലീസ് യദ്ഖുലൂനഹു ലാ മഹീദ ലഹും അൻഹു അജാറന അല്ലാഹു മിൻഹാ വകുല്ലുൻ യദ്ഖുലു മിൻ ബാബിൻ ബിഹസ്ബി അമലിഹി വയസ്തഖിറു ഫീ ദറകിൻ ബിഹസ്ബി അമലിഹി. ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നതിന്റെ ചുരുക്കം, ആ ഓരോ വാതിലിലൂടെയും ചെകുത്താന്റെ അനുയായികളിൽ നിന്നുള്ള ഓരോ ടീമിനെ അല്ല പ്രവേശിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ല നമ്മളെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓരോരുത്തരുടെയും അമലനുസരിച്ച്, ഓരോരുത്തരുടെയും അമലിന്റെ തോതനുസരിച്ചാണ് ഏത് ഡോറിലൂടെയാണ് അവന് പ്രവേശനം നൽകപ്പെടേണ്ടതെന്ന് റബ്ബ് തീരുമാനിക്കുന്നത്. അത് നന്നായി അറിയുന്നവൻ തന്നെയാണ് റബ്ബ്. തീർന്നില്ല. നിഷേധികൾ വരുന്ന നേരത്ത് മാത്രമാണ് നരകത്തിന്റെ കവാടം തുറക്കുക. സ്വർഗം അങ്ങനെയല്ല. സ്വർഗം മഹാനായ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശനോദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മലർക്കെ തുറക്കപ്പെട്ട് കാത്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ നരകം അങ്ങനെയല്ല. നരകം അടച്ച് മൂടപ്പെട്ട് വെച്ചിരിക്കും എപ്പോഴും. കാരണം അതിന്റെ ആവിയും അതിന്റെ ചൂടുമൊന്നും പുറത്തേക്ക് പോകാൻ പാടില്ല. കാഫിർ അതിന്റെ സമീപത്തേക്ക് എത്തുമ്പോഴാണ്, ഓരോരുത്തരും എത്തുമ്പോഴാണ് അതിന്റെ ഡോറുകൾ തുറക്കപ്പെടുന്നത്. ഖുർആൻ പറയുന്നു, വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ അലം യഅതികും റസൂലുൻ منكم يقصون عليكم آيات ربكم وينذرونكم لقاء يومكم هذا قالوا بلى ولكن حقت كلمة العذاب على الكافرين. അവിശ്വാസികൾ തെളിക്കപ്പെടുന്നു ഇലാ ജഹന്നമ, ജഹന്നമിലേക്ക്, സുമറാ കൂട്ടമായി സംഘമായി തെളിക്കപ്പെടുകയാണ്. ഹത്താ ഇദാ ജാഊഹാ അവരാ നരകത്തിനരികിൽ എത്തുമ്പോൾ ഫുതിഹത് അബ്വാബുഹാ അതിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അതിന്റെ അടുത്ത് എത്തുമ്പോഴേ തുറക്കപ്പെടുള്ളൂ. വഖാല ലഹും ഖസനതുഹാ കാവൽക്കാർ അവരോട് ചോദിക്കും, അലം യഅതികും റസൂലും മിൻകും യഖുസ്സൂന അലൈക്കും ആയാതി റബ്ബിക്കും നിങ്ങളുടെ റബ്ബിന്റെ ആയത്തുകൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ നിങ്ങളിൽ നിന്ന് ദൂതന്മാര് വന്നിരുന്നില്ലയോ? വയുൻദിറൂനകും ലിഖാ യൗമിക്കും ഹാദാ ഇങ്ങനത്തെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് കണ്ടുമുട്ടാനുണ്ടെന്ന് നിങ്ങളോട് താക്കീത് നൽകാനും ആളുകൾ വന്നിരുന്നില്ലയോ? നരകവാസികളായി വീഴാൻ പോകുന്ന ആളുകൾ പറയും, ബലാ വന്നിരുന്നു, പക്ഷേ ഞങ്ങളത് ചെവിക്കൊണ്ടില്ല എന്ന അർത്ഥത്തിൽ അവർ സംസാരിക്കുന്നു. അവരോട് പറയപ്പെടും, ഖീല ദുഖുലു അബ്വാബ ജഹന്നം ജഹന്നമിന്റെ വാതിലുകളിലൂടെ പ്രവേശിച്ചോളൂ. ഖാലിദീന ഫീഹാ അതിൽ നിങ്ങൾ നിത്യവാസികളാണ്. ഫബിഅസ മസ്വൽ മുതകബ്ബിരീൻ അഹങ്കാരികൾക്കുള്ള സങ്കേതം എത്ര മോശമാണ്. അങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. അവരതിലേക്ക് പോയാൽ പിന്നെ അടഞ്ഞു കിടന്നു, രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയുമില്ല. അടഞ്ഞു കിടക്കും എന്നും നരകം എന്നും അടക്കപ്പെടും. വല്ലദീന കഫറൂ ബിആയാതിനാ ഹും അസ്ഹാബുൽ മശ്അമ അലൈഹിം നാറും മുഅ്സദാ അവിശ്വാസികളായ ആളുകൾ, നമ്മുടെ ആയത്തിനെ നിഷേധിക്കുന്ന തള്ളിക്കളയുന്ന കാഫിറുകൾ, അവരാണ് ഇടതുപക്ഷക്കാരെന്ന് പറയുന്നത്. അലൈഹിം അവരുടെ മേലുണ്ട്, അവർക്കുണ്ട് നാറും മുഅ്സദാ. മുഅ്സദാ എന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങളിൽ അഗ്രഗണ്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കൊടുത്ത തഫ്സീർ മുഗല്ലഖത്തുൽ അബ്വാബ്, ഡോറുകളൊക്കെ അടഞ്ഞു കിടക്കുന്ന നരകം, എപ്പോഴും അടഞ്ഞു കിടക്കുക, രക്ഷപ്പെടാനൊരു നിവൃത്തിയില്ല.
വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദത്തുൽ ലതീ തത്ലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ. അല്ലാഹു പറയാണ്, കുത്തിപ്പറയുന്ന ആളുകളെ കുത്തിപ്പറയുന്ന ആളുകൾക്കാണ് നാശം, അവർക്കാണ് നാശം. പണം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിവെച്ച് എണ്ണി നോക്കും, അവര് കുറഞ്ഞുപോയോ, ഒരു പണമെണ്ണല് കണ്ടാല്, അവരുടെ ബാലൻസ് ചെക്ക് ചെയ്യല് കണ്ടാല് ഒരു വിചാരിക്കാണ് എല്ലാം ദുന്യാവിലെ പണം ബാലൻസ് ഒക്കെ എന്നും എന്റെ കൂടെ ഉണ്ടാകും, ദുന്യാവിൽ തനിക്കിങ്ങനെ എന്നും താമസിക്കാ, പണം എന്നെ ശാശ്വതനാക്കുന്ന അവന്റെ ധാരണ ഇല്ല. നരകത്തിയിൽ എറിയപ്പെടും, ഇതൊക്കെ നരകത്തിയിൽ എറിയപ്പെടും. ഏതാ നരകം? കത്തിക്കപ്പെടുന്ന നരകം, ഹൃദയങ്ങളിലേക്ക് കയറിച്ചെന്ന് കരിച്ചു കളയുന്ന നരകം. ഇന്നഹാ അലൈഹിം മുഅ്സദ, അത് അവരുടെ മീതെ അടഞ്ഞു കിടക്കപ്പെടുകയാണ്, അടച്ചിടപ്പെടുന്ന നരകമാണ്. ഫീ അമദിൻ മുമദ്ദദ, വളരെ ഭീമാകാരമായ കഠിനമായ ഇരുമ്പ് തൂണുകളിലേക്ക് ബന്ധിക്കപ്പെട്ട മൂടികൾ. ഇരുമ്പ് തൂണുകളാണ്, കണക്കല്ലാത്ത ഇരുമ്പ് തൂണുകൾ. ആ ഇരുമ്പ് തൂണുകളിലേക്ക് ബന്ധിക്കപ്പെട്ട മൂടികളാണ്. ഇത്തരം മൂടികൾ കൊണ്ട് ഇത് മൂടപ്പെട്ട് കിടക്കുന്ന കാഠിന്യമേറിയ നരകം. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വഖൂദുഹന്നാസ്, അതിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും വൽ ഹിജാറ, കല്ലുകളുമാകുന്നു. മനുഷ്യര്, കാഫിറുകളായ ആളുകൾ, മുശ്രിക്കുകൾ, തമ്മാടികൾ, അങ്ങനെയുള്ള മനുഷ്യർ അതിൽ കത്തിക്കപ്പെടും. കല്ല്, കല്ല്, എന്ത് കല്ല്? മുഫസ്സിരീങ്ങൾ പറഞ്ഞു കാണാം, ഗന്ധക കല്ലുകളും ചൂടിന്റെ കാഠിന്യം കൂട്ടുവാൻ പര്യാപ്തമായ നിലക്കുള്ള പ്രത്യേക തരം കല്ലുകൾ. അത് ഏതാണെന്ന് നമുക്കറിയില്ല, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നിട്ടില്ലാത്തിടത്തോളം ഇന്നതാണെന്ന് നിർണയിക്കാൻ നമുക്ക് കഴിയൂല. പക്ഷേ മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞത് നമുക്കൊന്നും അറിയാൻ സാധ്യമല്ലാത്ത നിലക്ക് ഉള്ള നരകത്തിന്റെ ചൂടും താപവും എത്രയോ മടങ്ങി ഇരട്ടിപ്പിക്കാൻ പര്യാപ്തമായ നിലക്കുള്ള വിവിധ തരത്തിലുള്ള കല്ലുകൾ അള്ളാഹു നരകത്തിൽ ഏർപ്പാട് ചെയ്യുമെന്നാണ്. അതിനുവേണ്ട പ്രത്യേകമായി ചൂട് കൂട്ടാൻ പക്ക രൂപത്തിലുള്ള കല്ലുകൾ, അത് ഗന്ധക കല്ലുകളാണെങ്കിലും കൽക്കരി കല്ലുകളാണെങ്കിലും ഏതാണെങ്കിലും അത്യുഗ്രമായ താപം വമിപ്പിക്കുന്ന നിലക്ക്, ആ നിലക്ക് ചൂട് കൂട്ടാനാണ് കല്ലുകൾ, ചൂട് കൂട്ടാനാണ് കല്ലുകൾ. ഖുർആൻ പറഞ്ഞു, ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ, നിശ്ചയമായും നിങ്ങളും അല്ലാഹുവിന് പുറമേ നിങ്ങൾ ആരാധിച്ചവയും ഹസബു ജഹന്നം, തീയാളുന്ന നരകത്തിയുടെ വിറകുകളാണ്. ഹസബ് എന്ന് പറഞ്ഞാ വിറക്, ഇന്ധനം. അൻതും ലഹാ വാരിദൂൻ, നിങ്ങൾ അതിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും, നിങ്ങൾ അതിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ഇനിയും അല്ലാഹു തആല ആ നരകാഗ്നിയുടെ കാഠിന്യം പറയുന്നു. നരകത്തിയുടെ കാഠിന്യം എത്രയാണ്? എന്താണ് ആ തീയുടെ പ്രത്യേകത? വഅസ്ഹാബുശ്ശിമാലി മാ അസ്ഹാബുശ്ശിമാൽ ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. നരകത്തിൽ വീഴുന്ന പാപികളായ ആളുകൾ, ആ നരകാവകാശികളായ കക്ഷികൾ, അവർക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? അവരെന്തിലാണ് വീഴുന്നത്? ഫീ സമൂം, സമൂമിലാണ്, വഹമീം, ഹമീമിലാണ്, വളില്ലിൻ മിൻ യഹ്മൂം, യഹ്മൂമിനാലുള്ള ദില്ലിലുമാണ്. എന്താണ് ആ പറഞ്ഞതൊക്കെ? എന്താണ് ഖുർആനാ പറഞ്ഞതൊക്കെ? എന്താ സമൂം എന്ന് പറഞ്ഞ? സമൂം എന്ന് പറഞ്ഞാല് തുളച്ച് കയറുന്ന ഉഷ്ണക്കാറ്റിനാ പറയാ. ശരീരത്തിന്റെ രോമകൂപങ്ങളിലൂടെ ബോഡിയുടെ ഉള്ളിലേക്കങ്ങ് അടിച്ച് തുളച്ച് കയറുന്ന ചുടുകാറ്റ്, അതാണ് സമൂം, അതാണ് സമൂം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹമീം, അത്യുഷ്ണജലം, മുഖത്തോടടുപ്പിക്കുമ്പോഴേക്കും മുഖത്തുള്ള തൊലിയുരിഞ്ഞ് വീഴുന്ന അത്യുഗ്രമായ ചൂടുള്ള ആ നിലക്കുള്ള വെള്ളം, വലിയ ചൂടുള്ള ജലം. ളില്ലിൻ മിൻ യഹ്മൂം എന്ന് പറഞ്ഞാലോ കരിമ്പുക, നരകത്തിയിൽ നിന്നിങ്ങനെ കറുത്ത അതിന്റെ ഭീകരമായ പുകപടലങ്ങൾ ഉയർന്നിട്ടൊരു തണലുണ്ടാകും, അതാ നിഴല്. അങ്ങനത്തെ തണലിലാണ് അവര്. എന്തിനാ ഈ മൂന്നും എടുത്തു പറഞ്ഞത്? മനുഷ്യൻ ഈ ലോകത്ത് ഭയങ്കരമായി ചൂട് കൊള്ളുമ്പോ ചൂടിൽ നിന്നൊരല്പ ആശ്വാസം കിട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന 3 മീഡിയകളാണ്, 3 മീഡിയംസ്. എന്താണ്? മാധ്യമങ്ങളാണ് ഇത്. ഒന്ന്
വായു, കാറ്റ്. നമ്മൾ ചൂടെടുക്കുമ്പോൾ കാറ്റ് കൊള്ളാൻ പോകും, AC ഫാനോ ഒക്കെ. ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യൻ തേടുന്ന ഒരു മാർഗം വായു. മറ്റൊന്ന് വെള്ളം, അല്ലേ, തണുത്ത വെള്ളം. മറ്റൊന്ന് നിഴല്, തണലുള്ള ഇടത്തൊക്കെ ഒന്ന് മാറി നിൽക്കാനാ പോവാ ചൂടിൽ നിന്ന് ആശ്വാസം കിട്ടാൻ. നരകത്തിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾക്കും ഈ മൂന്നും ഉണ്ട്. പക്ഷേ അവിടെയുള്ള കാറ്റ് എന്താണ്? കാറ്റിന് പകരം രോമക്കുത്തുകളിൽ കൂടി തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റാണ്. അതാണ് സമൂമ്. വെള്ളത്തിന് പകരം അത്യുഷ്ടമായി തിളച്ചു മറിയുന്ന വെള്ളമായ ഹമീമാണ്. തണലിന് പകരം കരിമ്പുകയാനുള്ള തണലാണ്. എങ്ങനെയുള്ള തണലാണ്? ലാ ബാരിദിൻ വലാ കരീം. അല്പം പോലും സുഖം നൽകുന്ന തണലല്ല, അല്പം പോലും തണുപ്പുള്ള തണലല്ല. പിന്നെ എങ്ങനെയുള്ള തണലാണെന്ന് സൂറത്തുൽ മുർസലാത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. നരകക്കാരോട് പറയപ്പെടും, ഇൻതലിഖൂ ഇലാ ദില്ലിൻ ദീ സലാസി ശുഅബ് ലാ ദലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ് ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. നിങ്ങൾ പൊയ്ക്കോ, തണലത്തേക്ക് പൊയ്ക്കോ. ഏതാണ് തണൽ? 3 ശാഖകളുള്ളതായ ഒരു തരം തണൽ. 3 ശാഖകളുള്ള തണൽ. അത് ചൂടിൽ നിന്ന് നിഴൽ നൽകുന്ന തണലല്ല, അഗ്നിജ്വാലയിൽ നിന്നത് തടുക്കുകയുമില്ല. നിശ്ചയം ആ നരകം എറിയുകയാണ് പുറത്തേക്ക്. വൻ കെട്ടിടം പോലെയുള്ള തീപ്പൊരി വീശുന്നു. നരകത്തിയിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്ന ഒരു തീപ്പൊരിയുടെ വലുപ്പമാ പറഞ്ഞത്. വൻ കെട്ടിടങ്ങളെ പോലെ, കൽ ഖസ്ർ എന്നാ പറഞ്ഞത്. കൊട്ടാരങ്ങൾക്ക്, കോട്ടകൾക്ക് സമാനമായതാണ് ഒരു തീപ്പൊരി. ഒരൊറ്റ തീപ്പൊരി തെറിക്കുമ്പോ ഒരു കൊട്ടാരമെന്ന് തെറിച്ചു പോകും പോലെ. കഅന്നഹു ജിമാലത്തുൻ സുഫർ. അതിന്റെ ആ തീയുടെ വർണ്ണം അങ്ങനെ മഞ്ഞ വർണ്ണത്തിലുള്ള പൊരികൾ അങ്ങ് പോകുമ്പോ, മഞ്ഞ വർണ്ണത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങൾ തെറിച്ചു പോകും പോലെ. അല്ലാഹു പറയാണ്. അതിൽ നിന്ന് നമ്മളിന്ന് TV-യിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഈ അഗ്നിപർവ്വതം പൊട്ടിയിട്ട് അതിൽ നിന്ന് ജ്വാലകൾ ഒഴുകിയിട്ട് അതിൽ നിന്ന് ഒരു തീപ്പൊരിയൊക്കെ പുറത്തേക്കാണ് പാറുമ്പോഴേക്ക് തന്നെ എത്ര കഠിന വലിപ്പത്തിലാണ് നമ്മളത് കാണുന്നത്. എത്ര കഠിന വലിപ്പത്തിലാണ് കാണുന്നത്. നരകം പുറത്തേക്ക് എറിയുന്ന ഒരു ശറർ, അതിന്റെ ഒരു ശറർ അഥവാ അതിന്റെ ഒരു പൊരിയതാ അത് പുറത്തേക്കെറിയുന്നത് കൊട്ടാര സമാനമാണ്. അതിന്റെ തീയുടെ നിറം സൂചിപ്പിക്കാനാ പറയുന്നത്. കഅന്നഹു ജിമാലത്തുൻ സുഫർ. മഞ്ഞവർണ്ണത്തിലുള്ള ഒട്ടകക്കൂട്ടം പോലെ ഇരിക്കും. ആ നിലക്കാണ് അതിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു പൊരി, ഒരു തരി എന്നൊക്കെ പറയുമ്പോൾ എത്രയാണ് പ്രിയമുള്ളവരെ അതിന്റെ കടുപ്പം. ഇതൊന്നും വെറുതെ കേൾക്കാനുള്ളതല്ല. ഇതൊക്കെ പഠിച്ച് മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഇതിലെത്തിപ്പെടാതിരിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യണം. ഇതിൽ നിന്ന് അല്ലാഹുവോട് കാവൽ ചോദിക്കണം. ആ തീയുടെ കാഠിന്യം അല്ലാഹു ഇനിയും വിശദീകരിക്കുകയാണ്. سأصليه سقر وما أدراك ما سقر لا تبقي ولا تذر لواحة للبشر. സൗസ്ലീഹി സഖർ. വഴിയെ ഞാൻ അവനെ ഇട്ടിക്കരിക്കും. ഇട്ടരിക്കുന്നതാണ്, സഖറിൽ ഇട്ടരിക്കും. എന്താണ് സഖർ എന്നറിയാമോ? ലാ തുബ്ഖീ. അതൊന്നിനെയും ബാക്കിയാക്കൂല. വലാ തദർ. ഒന്നും വിട്ടുകളയൂല. ലവാഹത്തുൽ ലിൽ ബശർ. തൊലിയെ എരിച്ച് മാറ്റം വരുത്തി കളർ മാറ്റി കളയുന്ന തീയാകുന്നു. ആ നിലക്കുള്ള തീയാണ്. ദുനിയാവിലെ തീയൊന്നുമല്ല. ദുനിയാവിലെ തീയൊന്നുമല്ല. സഖർ എന്ന് പറഞ്ഞാൽ ഉരുക്കിക്കളയുന്നത്, കരിച്ചു കളയുന്നത് എന്നൊക്കെയാണ് അതിന്റെ പദാർത്ഥം. തൊലികളിലേക്ക് ആളിച്ചെന്ന് അതിവേഗം അതിനെ കരിച്ച് ഹൃദയത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് ചൂട് ശക്തമായ നിലക്ക് കത്തിച്ചു കളയുന്ന തീ. നമ്മുടെ ദുനിയാവിലെ തീയും അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ദുനിയാവില് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന തീ കൊണ്ട് തന്നെ പ്രിയമുള്ളവരെ കാരിരുമ്പിനെ വെള്ളമാക്കി ഒലിപ്പിക്കാൻ ഭൂമിയിലെ തീ കൊണ്ട് നമുക്ക് സാധിക്കും. അല്ലേ, കണ്ടിട്ടില്ലേ? വൻ വ്യവസായശാലകളിൽ വളരെയേറെ കഠിനമുള്ള തീ, വളരെയേറെ കഠിനമാറിയ ഇരുമ്പിന്റെ വലിയ വലിയ വസ്തുക്കളെ എത്രയോ ഡിഗ്രി രൂപത്തിൽ അതിന്റെ ചൂടങ്ങ് കൊടുത്തു കഴിയുമ്പോ ഏത് ഭീമാകാരമായ നിലക്കുള്ള ഇരുമ്പാണെങ്കിലും കുറച്ചപ്പുറത്തെ ടാങ്കിലേക്ക് ഇരുമ്പിന്റെ വെള്ളമാ വന്ന് വീഴുന്നത്. ഇരുമ്പുരുക്കി, ഇരുമ്പിനെ പോലും കാരിരുമ്പിനെ പോലും ഉരുക്കുന്ന തീയാണ് ദുനിയാവിലെ തീയെങ്കിൽ ആ തീയും പരലോകത്തെ തീയും തമ്മിലുള്ള താരതമ്യം കേട്ടോ. ദുനിയാവിലെ തീ ആ തീയുടെ എത്ര അംശത്തിൽ ഒന്നാണെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാറുനാ ജുസ്ഉം മിൻ 70 ജുസ്അം മിൻ നാരി ജഹന്നം. നമ്മൾ കത്തിക്കുന്ന നമ്മുടെ തീ ജഹന്നമിന്റെ തീയുടെ 70 പാർട്ട് മാത്രമാണ്. 70 ഇരട്ടി ചൂടുണ്ടെന്ന് സങ്കല്പിച്ചാൽ അതിലെ 1 ഇരട്ടി ചൂട് മാത്രമേ, 1 ജുസ് മാത്രമേ ഭൂമിയിലൊട്ടാകെയുള്ള തീയുള്ളൂ. ഖീലാ സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇൻകാനത് ലകാഫിയാ, ദുനിയാവിലെ ആ 1% തീ പോലും മതിയായതാണല്ലോ കരിച്ചു കളയാൻ, പിന്നെ എന്തേ ആഖിറത്തിൽ ഇത്രയും കടുപ്പം? സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, ഫുദ്ദിലത് അലൈഹാ ബി69 ജുസ്ആ. ദുനിയാവിലെ തീയോട് 69 മടങ്ങ് കൂടി ചേർത്ത തീയാണ്. 69 അതിന്റെ ഇരട്ടി കൂടി മടങ്ങ് കൂടി ചേർത്ത കഠിനമേറിയ ചൂടുള്ള തീയാണ് പരലോകത്തിലെ തീയെന്നും. കുല്ലുഹുന്ന മിസ്ല ഹർരിഹാ, ഭൗതികമായ ലോകത്തുള്ള ആ 1% ആ ഒരു തീയിന്റെ പാർട്ടിന്റെ ചൂടിനേക്കാളുമൊക്കെ അതിനേക്കാളുമൊക്കെ കടുപ്പപ്പെട്ട 69 ഇരട്ടിയാണ് നരകത്തീയിൽ കടുപ്പം കൂട്ടിക്കൊടുക്കപ്പെടുന്നത്. എത്ര കാലം കത്തിച്ചാലും ജ്വാലയണഞ്ഞു പോകുന്ന തീയല്ല. കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ, അത് അണഞ്ഞു പോകുമ്പോഴേക്ക്, അഥവാ അതിന്റെ ജ്വാല ഇത്തിരി താഴുന്നു എന്ന് വരുമ്പോഴേക്ക് അല്ലാഹു പറയാണ്, സിദ്നാഹും, നാം അവർക്കിങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കും. സഈറാ, ജ്വാല കൂട്ടി കത്തിച്ചു കൊടുക്കും. നരകം ഇങ്ങനെ കത്തിക്കപ്പെടുകയാണ്. പരലോകത്ത് അവിശ്വാസികൾ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇപ്പോഴും നരകം ദിനേന കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചൂട് കൂട്ടാൻ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ സുബഹി നിസ്കരിക്ക്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ പൂർണ്ണമായി ഉദിച്ചുയരുന്നത് വരെ നിസ്കരിക്കരുത്. നിസ്കാരം വിലക്കപ്പെട്ടിട്ടുള്ള സമയമാണത്. സൂര്യൻ ഉദിച്ചു വരുമ്പോ, സൂര്യൻ ഉദിച്ച് അത് അതിൻ്റെതായ ഒരളവിൽ പൊങ്ങി വരുന്നത് വരെ നിസ്കാരം വിരോധിക്കപ്പെട്ട നേരമാണ്. ആ സമയത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ സമയത്ത് നിസ്കരിക്കരുത്. ഫൈനഹാ തത്ലുഉ ബൈന ഖർനൈ ശൈത്താൻ, ശൈത്താന്റെ ഇരു കൊമ്പുകൾക്കിടയിലൂടെ അത് പ്രത്യക്ഷപ്പെട്ടു വരികയാണ്. വഹീനൈദിൻ യസ്ജുദു ലഹൽ കുഫാർ, കാഫിറുകൾ സൂര്യന് സുജൂദ് ചെയ്യുന്ന നേരമാണത്. മുഅ്മിനീങ്ങൾ ആ നേരത്ത് സുജൂദ് ചെയ്യരുത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ ശേഷം സൂര്യനൊക്കെ കൃത്യമായി വെളിച്ചത്ത് വന്നു കഴിഞ്ഞ് അതിന്റെ കൃത്യമായ സമയമൊക്കെ പിന്നിട്ടാൽ പിന്നെ നീ നിസ്കരിച്ചു കൊള്ളുക. പക്ഷേ പിന്നെ സൂര്യൻ മധ്യത്തിലെത്തുമ്പോഴും നിസ്കരിക്കരുത്. അതും നിസ്കാരം വിരോധിക്കപ്പെട്ടൊരു നേരമാണ്. സൂര്യൻ മധ്യത്തിലെത്തുന്ന, ളുഹറായിട്ടില്ല, സൂര്യൻ ഇങ്ങനെ അതിന്റെ ആ സെന്ററിലെത്തുന്ന സമയം, ആ സമയത്ത് നിസ്കരിക്കേണ്ട, സുജൂദ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. എന്താ കാരണം? ഫഇന്നഹു ഹീനൈദിൻ തുസ്ജറു ജഹന്നം, ജഹന്നം ആ നേരത്ത് കത്തിക്കപ്പെടുന്നുണ്ട്, പ്രത്യേകമായി കത്തിക്കപ്പെടുന്നുണ്ട് എല്ലാ ദിവസവും. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ചൂട് കൂട്ടാൻ ഇപ്പോഴേ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴും അത് കത്തിക്കപ്പെടുകയാണ്. നമ്മൾ ദുനിയാവിൽ ഭൂമിയിൽ അനുഭവിക്കുന്ന ഏറ്റവും കഠിനമായ ചൂട്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തദ്ദൽ ഹർറു ഫഅബ്രിദൂ ബിസ്സലാ, ചൂട് കഠിനമായാൽ നിസ്കാരത്തെ കൊണ്ട് നിങ്ങൾ തണുപ്പിക്കൂ. ളുഹറിന്റെ സമയത്ത് വല്ലാതെ ചൂട് കഠിനമായ നേരത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, കുറച്ചൊന്ന് വെയിൽ തണുക്കുവോളം വേണമെങ്കിൽ നിങ്ങൾക്ക് നിസ്കാരം ഒരൽപ്പം ഒന്ന് പിന്തിക്കാം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഇന്ന ശിദ്ദത്തൽ ഹർരി, ആ നരകത്തിയുടെ ഈ ചൂടിന്റെ കാഠിന്യം, നമ്മളിവിടെ അനുഭവിക്കുന്ന ഭൗതിക ലോകത്തുള്ള ഈ ഉഷ്ണത്തിന്റെ കാഠിന്യം അതെന്തിൽ നിന്ന് വരുന്നതാണ്? മിൻ ഫൈഹി ജഹന്നം, ജഹന്നമിന്റെ ജ്വാലയിൽ നിന്നാണ്. ജഹന്നം പുറത്തേക്ക് വിടുന്ന ചൂട് നിശ്വാസത്തിന്റെ ഭാഗമാണ് നമ്മൾ അനുഭവിക്കുന്ന കഠിനമായ ചൂട്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും അതാണ് സത്യം, അതാണ് സത്യം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഖാരിയിൽ കാണാം, മുസ്ലിമിലും കാണാം. അന്ത്യനാളിൽ ഇതിന്റെയൊക്കെ പുറമേ നരകാവകാശികളുടെ വരവോടുകൂടി സ്പെഷ്യലായി പിന്നെയും കത്തിക്കപ്പെടുന്നതാണല്ലോ പറയുന്നത്. അതാണ് ഇദൽ ജഹീമു സുഇറത്, സൂറത്തു തക്വീറിൽ പഠിച്ചില്ലേ? ഇദൽ ജഹീമു സുഇറത്, ജഹീമദാ സുഇറത്ത് എന്ന് പറഞ്ഞാൽ ഊഖിദത്ത് വ ഉഹ്മിയത്ത്, അതിങ്ങനെ കത്തിക്കപ്പെട്ട് ചൂടാക്കപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെ. ഇതുവരെയും ചൂടാക്കപ്പെടുകയാണ്. അവിശ്വാസികൾ വന്ന് വീഴുമ്പോഴേക്ക്
കഠിനമായ നിലക്ക് വീണ്ടും ചൂടിന്റെ കാഠിന്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാഠിന്യമേറിയ നരകം, ആ നരകത്തെ പറ്റി പറഞ്ഞു തീർന്നിട്ടില്ല. ഒരുപാട് അതിന്റെ അഗാധതകൾ, അതിന്റെ ഭീകരതകൾ, ബീഭത്സതകൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വഴി വിവരിക്കാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മയും നമ്മുടെ കുടുംബാദികളെയും അല്ലാഹു ജഹന്നമിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമഖാമാ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.